ഹലോ നമസ്കാരം. വിഷുമായ സോമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ചരിത്രപ്രസിദ്ധമായ തുടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറും ചേർന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രൊമോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുന്നത്. 40 മത്സരാർത്ഥികൾ മാറ്റിരിക്കുന്ന അഗ്നിപരീക്ഷ. സാധാരണ ഒരു സീസൺ തുടങ്ങുമ്പോൾ 18 അല്ലെങ്കിൽ 20 പേരാണ് വരാറുള്ളത്. എന്നാൽ ഇത്തവണ സീസൺ 8 മെയിൻ ഷോ തുടങ്ങുന്നതിന് മുമ്പ് 40 സാധാരണക്കാർ തമ്മിലുള്ള കടുത്ത പ്രീ ഷോ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പുതിയ പ്രൊമോയെക്കുറിച്ചും ഷോയിലെ ജഡ്ജിനെ കുറിച്ചുമാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള 40 സാധാരണക്കാരാണ് ഈ അഗ്നിപരീക്ഷയിൽ മാറ്റുരയ്ക്കുന്നത്. ഡ്രെയിനേജിൽ നിന്നും വേസ്റ്റ് പെറുക്കി ജീവിതം തുടങ്ങിയവർ മുതൽ സ്വപ്നങ്ങൾ തകർന്നുപോയ വീട്ടമ്മമാരും കറുത്ത ചർമ്മത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരും വിവാഹ ജീവിതത്തിൽ പരാജയം നേരിട്ടവരും വരെ തങ്ങളുടെ കഥകളും പോരാട്ട വീര്യവുമായി ഈ വേദിയിൽ എത്തുന്നുണ്ട്. 40 ഫേസ്, 40 സ്റ്റോറീസ്, 1 ഗോൾ. അതായത് ബിഗ് ബോസിലേക്ക് കയറുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. പ്രൊമോയിൽ ഓരോരുത്തരും വൈകാര്യമായ ഡയലോഗുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത്തവണ കളി വെറും ഒരു കളിയായിരിക്കില്ല, തീപാറുന്ന പോരാട്ടമായിരിക്കുമെന്ന്. ഈ 40 പേരെ പരീക്ഷിച്ച് ഇതിൽ നിന്ന് മികച്ചവരെ തിരഞ്ഞെടുക്കാൻ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയരായ 3 പേരാണ്. അഖിൽ മാരാർ സീസൺ 5 തകർപ്പൻ വിജയ് തൻ്റേതായ ശൈലിയും മാസ് ലുക്കിലുമായാണ് എത്തിയിരിക്കുന്നത്. റിയാസ് അലി സീസൺ 4 യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ചോദ്യങ്ങൾ കൊണ്ട് മത്സരാർത്ഥികളെ വെട്ടിലാക്കാൻ റിയാസ് മുന്നിലുണ്ട്. രഞ്ജിനി ഹരിദാസ് സീസൺ 1 സിംഹം, ഫിയർലെസ് ലേഡി. ഇവരോടൊപ്പം ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് സീസൺ 5 ഫൈനലിസ്റ്റായ റെനീഷ റഹ്മാൻ ആണ്. ജഡ്ജസ് അത്ര പെട്ടെന്നൊന്നും ആരെയും ജയിപ്പിക്കില്ലെന്ന് പ്രൊമോയിൽ തന്നെ വ്യക്തമാണ്. മത്സരാർത്ഥികളെ പരമാവധി പ്രകോപിച്ചും ടാസ്കുകൾ നൽകിയുമാണ് അവർ പരീക്ഷിക്കുന്നത്. അഗ്നിപരീക്ഷയുടെ ആദ്യ എപ്പിസോഡിൽ തന്നെ വലിയ ട്വിസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ആദ്യ ടാസ്കിൽ വിജയിച്ച പ്രണവ്, പാർവതി, ഷിജിൻ എന്നിവർ ആദ്യത്തെ വലിയ പ്രിവിലേജായ ഇൻഫിനിറ്റി പെൻഡന്റ് സ്വന്തമാക്കി കഴിഞ്ഞു. ഈ പെൻഡന്റ് അവർക്ക് ബിഗ് ബോസ് മെയിൻ ഹൗസിലേക്ക് കയറാൻ വലിയൊരു സഹായമാകും. അതേസമയം ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട 8 മത്സരാർത്ഥികൾ നേരെ ഡേഞ്ചർ സോണിൽ അല്ലെങ്കിൽ ഔട്ട് ഹൗസിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഇത്രയും കടുത്ത എലിമിനേഷനും ട്വിസ്റ്റുകളും വരുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണിത്. ഈ അഗ്നിപരീക്ഷ പ്രീ ഷോ ആകെ 21 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതായത് ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 4 വരെ. ഇതിൽ നിന്ന് എത്ര പേർ മെയിൻ ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നത് ഇപ്പോഴും സസ്പെൻസാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 6 പേർ വരെ വരാം. അല്ലെങ്കിൽ ജഡ്ജസിൻ്റെയും പ്രേക്ഷകരുടെയും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ലഭിക്കുകയുള്ളൂ. അതേ സുഹൃത്തുക്കളെ, പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് ഫെസിലിറ്റിയും ഈ പ്രീ ഷോയിലേക്ക് ലഭ്യമാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സാധാരണക്കാരെ മെയിൻ ഷോയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 മെയിൻ ലോഞ്ച് സെപ്റ്റംബർ ആദ്യവാരത്തോടെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. എന്നാൽ ഇതിനു മുമ്പുള്ള ഈ അഗ്നിപരീക്ഷ മിസ് ചെയ്യാതെ കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്കും ശനി ഞായർ ദിവസങ്ങൾ രാത്രി 9 മണിക്കും ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രൊമോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ശുഭദിനം.